താരസംഘടനയിലെ പ്രതിസന്ധിയിൽ പ്രതികരണവുമായി ശ്വേതാ മേനോൻ. തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ പടിയിറങ്ങില്ലെന്ന് ശ്വേതാ മേനോൻ. താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അമ്മയെ അനാഥമാക്കിയിട്ടില്ലെന്നും ശ്വേതാ മേനോൻ പറയുന്നു. സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ശ്വേതയുടെ പ്രതികരണം എത്തിയത്. ഭരണസമിതിയുടെ രാജിക്ക് പിന്നാലെയാണ് ശ്വേതയുടെ പ്രതികരണം. കിരൺ ഉണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് കിരൺ. ഈ ഭരണസമിതി ഒന്നിച്ച് രാജിവെച്ചത്, ആ ഒരു തീരുമാനത്തോട് ശ്വേതാ മേനോന് ഒരു അതൃപ്തി ഉണ്ട് എന്നാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ടോ? മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ അമ്മയിലെ തമ്മിലടി അത് അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഭരണസമിതി രാജിവെച്ചതിന് പിന്നാലെ ഇപ്പോൾ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതായാലും തൻ്റെ രാജിയിലേക്കടക്കം നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ചിലരുടെ ഗൂഢാലോചനയുടെ ഫലമാണ് എന്നുള്ളൊരു കാര്യമാണ് ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു പ്രശ്നം തന്നെ, അതായത് അമ്മയിലെ രാജിവെച്ചത് കൊണ്ട് മാത്രം, അതായത് ഭരണസമിതി രാജിവെച്ചത് കൊണ്ട് മാത്രം തീരുന്നതല്ല ഈ വിഷയങ്ങൾ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ശ്വേതാ മേനോനും സൂചിപ്പിക്കുന്നത്. ശ്വേതാ മേനോന്റെ ഫേസ്ബുക്കിലൂടെയാണ് ശ്വേതാ മേനോൻ ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഈ പ്രധാനമായിട്ടും ഈ പോസ്റ്റിൽ പറയുന്നത് താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അമ്മയെ അനാഥമാക്കിയിട്ടില്ല. കൂടാതെ തന്നെ തങ്ങളുടെ കമ്മിറ്റി രാജിവെക്കണമെന്ന അജണ്ട ചിലർക്കുണ്ടായിരുന്നു. ഈ അജണ്ടയുമായിട്ടാണ് ചിലർ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലെത്തിയത്. അതിനുശേഷം ശ്വേതാ മേനോൻ അടക്കമുള്ള ആളുകളെ ഉന്നം വെച്ചുകൊണ്ട് ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ശ്വേത തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കാനായിട്ട് ഏതായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ അമ്മയിലെ നിയമാവലിയിൽ ഈ ഹഡ്ഹോക്ക് കമ്മിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പഠിക്കാനും ഒപ്പം തന്നെ ഇതിൽ പരിഹാര നിർദ്ദേശമൊക്കെ നൽകാനായിട്ടായിരുന്നു ഹഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചിരുന്നത്. എന്നാൽ അമ്മയുടെ ബൈലോ പ്രകാരം ഇത് നിലവിൽ വരാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ശ്വേതാ മേനോൻ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അൻസിബയുടെ അൻസിബയുടെ പരാതിയുമായി തുടരുന്ന ഒരു പ്രശ്നം അത് അമ്മയിലെ അംഗങ്ങളുടെ ഭരണസമിതിയുടെ രാജിയിലേക്കായി അടക്കം നയിക്കുന്നു. എന്നാൽ പിന്നീട് ഈ രാജിയിൽ മാത്രം ഈ വിഷയങ്ങൾ ഒതുങ്ങുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മായ, കിരൺ, അതുപോലെ തന്നെ ഈ ഭരണസമിതിയിൽ നിന്ന് ജയൻ ചേർത്തലയും കൈലാഷും ഒക്കെ രാജിവെച്ചല്ലോ, അത് ഇമെയിലായി അയച്ചു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവർ എന്തൊക്കെ ആരോപണങ്ങൾ ഉയർത്തിയാണ് ഈ മെയിൽ അയച്ചത്? അതിലെന്തെങ്കിലും പറയുന്നുണ്ടോ? അതോ ഇനി കൂടുതൽ പേരുടെ ഒരു രാജിയിലേക്കുള്ള സാധ്യതയുണ്ടോ? ഏതായാലും ഇന്നലെയാണ് ജയൻ ചേർത്തലയും ഒപ്പം തന്നെ കൈലാഷ് അടക്കമുള്ള ആളുകളൊക്കെ രാജിവെച്ചിരിക്കുന്നത്. ഇവർ പ്രധാനമായിട്ടും ഈ ഒരു വിഷയങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അമ്മയുടെ ഭരണസമിതിയിലെ വീഴ്ചകൾ തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഇവർ രാജിവെക്കാനായിട്ട് തയ്യാറായത്. ഇതിനു മുൻപ് തന്നെ ജോയി മാത്യു അടക്കമുള്ള ആളുകളും രാജിവെച്ചിരുന്നതാണ്. ഏതായാലും ഇനിയും രാജി തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഒരുപക്ഷെ കൂടുതൽ ആളുകൾ രാജിയുമായി രംഗത്തേക്ക് എത്തും എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. നേരത്തെ തന്നെ രമേശ് പിഷാരടി അടക്കമുള്ള ആളുകൾ, ഇവർ ഹഡ്ഹോക്ക് കമ്മിറ്റിയുടെ ഭാഗമാണ്, രമേശ് പിഷാരടി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഈ രാജി എന്നുള്ളൊരു കാര്യം നടപ്പിലാവില്ല, ഇത് രാജിവെക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ ഏതായാലും ഇപ്പോൾ ഭരണസമിതി വ്യക്തമാക്കുന്നത്, ശ്വേതാ മേനോൻ അടക്കം വ്യക്തമാക്കുന്നത് ഏതായാലും തങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. ഈ രാജിവെച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഉള്ള ഉത്തരവാദിത്വം അത് നിലവിലുള്ള ഭരണസമിതിക്ക് തന്നെയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ശ്വേതയും വ്യക്തമാക്കുന്നത്. മായ, തീർച്ചയായും അമ്മയിലെ ആ തർക്കം അതിങ്ങനെ തുടരുകയാണ്. വളരെ വൈകാരികമായ കുറിപ്പൊക്കെയാണ് ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. കിരണാണ് വിവരങ്ങൾ നൽകിയത്.